ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ട്രംപ് പ്രതികരിച്ചു. So they want to make a deal, but I'm not satisfied with it. So we'll see what happens. Iran wants to make a deal because they have no military left, essentially, and they want to make a deal, but I'm not satisfied with it. ഹോർമുസ് കടലിടുക്കിലെ US ഉപരോധം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 45 കപ്പലുകളെ US സേന തടഞ്ഞു. ഇതിനിടെ US കോൺഗ്രസിൽ ഇറാൻ യുദ്ധം അവസാനിച്ചെന്ന് പറഞ്ഞ് ട്രംപ് കത്ത് നൽകി. പശ്ചിമേഷ്യയിലുള്ള ആശങ്കകൾ ഒഴിയുന്നില്ല. ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ച രണ്ടാം ഘട്ട നിർദ്ദേശങ്ങളും നിലവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാൻ ആദ്യഘട്ട നിർദ്ദേശങ്ങൾ കഴിഞ്ഞയാഴ്ചയാണ് അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നത്. ഇതിൽ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇറാന് വിട്ടുകൊടുക്കണം, അതുപോലെ US ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അവസാനിപ്പിക്കണം, ഇറാന് മേൽ ഭാവിയിൽ ആക്രമണം ഉണ്ടാകരുത് എന്ന് ഉറപ്പു നൽകണം, അതുപോലെ ഇറാനുള്ള ആണവ സ്വാതന്ത്ര്യം ഉറപ്പാക്കണം. ഇവയെല്ലാമായിരുന്നു പ്രധാനമായിട്ടും നിർദ്ദേശങ്ങൾ. ഇവയിൽ അമേരിക്ക ദീർഘകാലം ഒരു തീരുമാനമെടുക്കാതെ അത് നീട്ടിക്കൊണ്ടുപോയിരുന്നു. ഈ ആഴ്ച മാത്രമാണ് അമേരിക്ക അത് തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയത്. അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ അടുത്ത ഘട്ട രണ്ടാം ഘട്ട നിർദ്ദേശങ്ങൾ കൂടി മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാൻ മുഖേന അമേരിക്കയ്ക്ക് കൈമാറുകയായിരുന്നു. പക്ഷേ ട്രംപ് ഇന്ന് ഉടൻ തന്നെ, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ കൈമാറിയത്, എന്നാൽ അതിന് പിന്നാലെ ഇന്ന് തന്നെ ട്രംപ് ആ നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ട്രംപ് പറഞ്ഞത് ഇറാൻ ഒരു കരാറിനായി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തനിക്ക് അംഗീകരിക്കാനാകില്ല എന്നാണ് ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ട കാര്യമല്ല. ഇത് പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നാൽ കാര്യങ്ങൾ വീണ്ടും 1-2 വർഷം കഴിയുമ്പോൾ അത് വഷളാകുമെന്നും ട്രംപ് അഭിപ്രായപ്പെടുന്നു. മുൻപ് പല നേതാക്കളും ഇത്തരത്തിൽ വിഷയം വളരെ മോശമായി കൈകാര്യം ചെയ്തതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായതെന്നും പശ്ചിമേഷ്യയിൽ പൂർണ്ണമായിട്ടും ഒരു സമാധാനം കൊണ്ടുവരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് ട്രംപ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന് US-നകത്ത് നിന്ന് തന്നെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നതായിട്ടാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ. US കോൺഗ്രസിൽ നിന്ന് ട്രംപിന് വളരെയധികം സമ്മർദ്ദമുണ്ട്. കാരണം വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ഒരു നിയമപ്രകാരം 60 ദിവസത്തിന് ശേഷം ഒരു രാജ്യത്തിന് നേരെയുള്ള സൈനിക നീക്കങ്ങൾ പ്രസിഡന്റിന് തുടരണമെങ്കിൽ US കോൺഗ്രസിന്റെ അനുമതി വേണം. എന്നാൽ ട്രംപ് നിലവിൽ ഈ US കോൺഗ്രസിന് മുന്നിൽ ഇറാന് മേലുള്ള യുദ്ധവും സൈനിക നടപടികളും അവസാനിപ്പിച്ചതായിട്ടാണ് കത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും 50,000-ലധികം US സൈനികരെയും 3 യുദ്ധവിമാനങ്ങളെയും 3 യുദ്ധക്കപ്പലുകളെയും നിരവധി യുദ്ധവിമാനങ്ങളെയും വിന്യസിച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ സൂചനയല്ലേ എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. ട്രംപ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് US കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടി തീർത്തും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. അതുപോലെ തന്നെ ഇറാന് മേൽ നിലവിലൊരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അത് കാരണം ഈ സൈനിക നടപടി തുടങ്ങി ഈ 60 ദിവസത്തിനകം ഈ ഒരു കോൺഗ്രസിന്റെ അനുമതി വേണം എന്നുള്ള നിയമം ഇവിടെ പ്രാബല്യത്തിലാകില്ല എന്നും ട്രംപ് വാദിക്കുന്നുണ്ട്. പക്ഷേ US കോൺഗ്രസിനകത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ട്രംപിന് മേൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇറാൻ സമർപ്പിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. അതേസമയം ലെബനനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോഴും ശക്തമായി തുടരുന്നതായിട്ടാണ് വിവരം. ഇന്ന് മാത്രം 9 പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അജയ് സുധാ ബിജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.